മസ്ജിദ് സർവേയുടെ പേരിൽ സംഘർഷമുണ്ടായ ഉത്തർപ്രദേശിലെ സംഭലിൽ ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശനം നടത്തി. ഹൈക്കോടതി മുൻ ജഡ്ജി ദേവേന്ദ്രകുമാർ അറോയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. നവംബർ 24-ന് 5 പേരുടെ മരണത്തിന് കാരണമായ സംഭാൽ സംഘർഷത്തിൽ സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം ആരംഭിച്ചു. മുൻ ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സംഭാൽ സന്ദർശിച്ചു. സംഘർഷം ആസൂത്രിതമാണോ എന്നും ക്രമസമാധാന പാലനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും കമ്മീഷൻ പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്ത് വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. മുൻ IAS ഉദ്യോഗസ്ഥൻ അമിത് മോഹൻ പ്രസാദ്, മുൻ IPS ഉദ്യോഗസ്ഥൻ അരവിന്ദ് കുമാർ ജെയിൻ എന്നിവരാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. മസ്ജിദിൽ പരിശോധന നടത്തിയ ASIയുടെ റിപ്പോർട്ടിന്റെ ചില വിവരങ്ങളും പുറത്തുവന്നു. പള്ളിയിൽ രൂപമാറ്റം വരുത്തുന്നതിനായി പല അറ്റകുറ്റപ്പണികളും നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായാണ് വിവരം. കൂടുതൽ പരിശോധനകൾക്കായി മസ്ജിദ് അധികൃതർ ഉദ്യോഗസ്ഥരെ അനുവദിച്ചില്ലെന്നും പരാമർശമുണ്ട്. ജില്ലാ കോടതിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. 24 ഡൽഹി.